السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. وما توفيقي إلا بالله عليه توكلت وإليه أنيب. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد كرمنا بني آدم وحملناهم في البر والبحر ورزقناهم من الطيبات وفضلناهم على كثير ممن خلقنا تفضيلا. وقال سيدنا وحبيبنا مصطفى محمد صلى الله عليه وسلم قال: أعمار أمتي ما بين 60 و70 أو كما قال عليه السلام. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم ألهمنا مراشد أمورنا وأعدنا من شرور أنفسنا ومن سيئات أعمالنا. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒരുമിച്ച് കൂടലിനെ കബൂലാക്കട്ടെ. നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശാലമായ കാരുണ്യം കൊണ്ട് മാപ്പാക്കി തരികയും ശിഷ്ടമുള്ള ജീവിതം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അള്ളാഹുവിൻ്റെ നല്ല ദാസന്മാർ ജീവിച്ചതുപോലെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള നമുക്ക് വേണ്ടപ്പെട്ട ആരെല്ലാം ഉണ്ടോ അവരുടെ എല്ലാം കബറിടങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുകയും അള്ളാഹുവിൻ്റെ കരുണയുടെ നോട്ടം അവരിലേക്ക് നമ്മളിലേക്കും അള്ളാഹു നോക്കുകയും ചെയ്യുമാറാകട്ടെ. രോഗികളായി ഹോസ്പിറ്റലുകളിലും അതുപോലെ വീടുകളിലും കഴിയുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും എല്ലാ നല്ല മനുഷ്യർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് ശിഫ നൽകുകയും അവരുടെ എല്ലാ രോഗങ്ങൾക്ക് പരിപൂർണമായ ശിഫ നൽകി പൂർണ്ണമായ ആരോഗ്യത്തോടു കൂടി തിരിച്ചു വരാൻ അള്ളാഹു അവർക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ കാണുന്ന പ്രപഞ്ചമാകുന്ന ഈ അണ്ഡകടാഹത്തിൽ മുഴുവനും കാണുന്ന ഓരോ വസ്തുക്കളും അത് ജീവനുള്ളതാകട്ടെ ജീവനില്ലാത്തതാകട്ടെ നിർജീവമാകട്ടെ ചലിക്കുന്നതാകട്ടെ സസ്യങ്ങളാകട്ടെ വൃക്ഷങ്ങളാകട്ടെ പക്ഷികളാകട്ടെ അങ്ങനെയുള്ള മുഴുവൻ വസ്തുക്കളും അതെല്ലാം പടച്ചവന്റെ സൃഷ്ടികളാണ്. ഈ കോടാനുകോടി വരുന്ന സൃഷ്ടികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ഏറെ ഉത്കൃഷ്ടമെന്ന് പറയുകയും വ്യത്യസ്തതയും വ്യതിരിക്തതയും കൊണ്ട് മറ്റു സൃഷ്ടികളിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കുന്ന അള്ളാഹുവിൻ്റെ ഏറ്റവും ഉന്നതനായ ഉത്കൃഷ്ടനായ ഒരു സൃഷ്ടിയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ ശരീഫ് സൂറത്തുൽ ഇസ്രാഇന്റെ 70-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെപ്പറ്റി പറയുന്നു. വലഖദ് കറംനാ ബനി ആദം,
ആദം സന്തതികളെ നാം ബഹുമാനിച്ചിരിക്കുന്നു, ആദരിച്ചിരിക്കുന്നു. വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ, കരയിലൂടെയും കടലിലൂടെയും നാം അവരെ സഞ്ചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. വറസഖ്നാഹും മിനൽ ത്വയ്യിബാത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഏറ്റവും നല്ല വസ്തുക്കളെ അവൻ ആഹാരമായിട്ട് അവന് ഭക്ഷിക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകുകയും ചെയ്തിരിക്കുന്നു. വഫദ്ദൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖന തഫ്ദീല, ലോകത്തുള്ള അല്ലാഹുവിൻ്റെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടനായ സൃഷ്ടിയായിട്ട് അല്ലാഹു അവനെ മാറ്റുകയും ചെയ്തിരിക്കുന്നു എന്ന് അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ ഷരീഫിൽ അല്ലാഹു മനുഷ്യരെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മനുഷ്യനെ ആദരിച്ചു എന്ന് പറയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല പക്ഷേ മനുഷ്യന്റെ ബലഹീനതകളെ എടുത്തു കാട്ടിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ ഞാൻ എന്തൊക്കെയോ ആയി എന്നുള്ള തോന്നൽ അവൻ ഉണ്ടാകരുത്. പടച്ചവന്റെ ഒരു സൃഷ്ടിയാണ് മനുഷ്യൻ എന്നതിനെ സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ മനുഷ്യനെ ആദരിച്ചു എന്ന് പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആൻ ഷരീഫിന്റെ മറ്റൊരു ഭാഗത്ത് മനുഷ്യനെ ഓർമ്മപ്പെടുത്തുന്നു. ഖുലിഖൽ ഇൻസാനു ദഈഫ, നാം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ബലഹീനനായിട്ടാണ്. അതുകൊണ്ട് ഉപകരണങ്ങളില്ലാതെ ആകാശത്തിന്റെ മുകളിൽ കൂടെ പറക്കാൻ പറ്റുമെന്നോ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വച്ചിരിക്കുന്ന പർവ്വതങ്ങളെ തുരന്നുകൊണ്ട് അതിനെയൊക്കെ ഈ ഭൂമി മുഴുവൻ അടക്കി വാഴാമെന്ന് മനുഷ്യൻ വിചാരിക്കേണ്ട, അഹങ്കാരത്തിന്റെ കൊടിമുടികൾ അവൻ കയറിപ്പോകണ്ട എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഈ ആയത്തിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഖുലിഖൽ ഇൻസാനു ദഈഫ, ബലഹീനനായിട്ടാണ് നാം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് ഒരുപാട് ആളുകൾ കടന്നു പോയിട്ടുണ്ട്. അതിൽ കുറേ ആളുകൾ ഒരുപാട് വർഷം ജീവിച്ചവരുണ്ടാകും, വളരെ കുറച്ച് സമയം ഈ ഭൂമി ലോകത്തേക്ക് വന്നവരുണ്ടാകും. അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ ഷരീഫ് ഒരുപാട് വർഷം ജീവിച്ച ഒരാളെ കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്, ബഹുമാനപ്പെട്ട നൂഹ് അലൈഹിസ്സലാം. അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ ഷരീഫ് പറയുന്നു, വലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി, നൂഹ് നബി അലൈഹിസ്സലാമിനെ അദ്ദേഹത്തിന്റെ സമൂഹത്തിലേക്ക് നാം അയച്ചു. ഫലബിസ ഫീഹിം അൽഫ സനത്തിൻ ഇല്ലാ 50 ആമ, അദ്ദേഹം ഈ ഭൂമി ലോകത്ത് ഏകദേശം 1000ഓളം വർഷം താമസിക്കുകയും ഇല്ലാ 50 ആമ, 50 വർഷം ഒഴിച്ച്, അതായത് ഏകദേശം 950ഓളം വർഷം അള്ളാഹുവിലേക്ക്, അവന്റെ ദീനിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഈ ഭൂമി ലോകത്ത് ജീവിച്ച മനുഷ്യനാണ് ബഹുമാനപ്പെട്ട നൂഹ് അലൈഹിസ്സലാം. അതുപോലെ ഒരുപാട് ആളുകൾ ഈ ലോകത്ത് കടന്നു പോയിട്ടുണ്ട്. ഒരുപാട് സമൂഹങ്ങൾ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഷരീഫ് പരിചയപ്പെടുത്തുന്നുണ്ട്. ആദ് സമൂഹത്തെ പോലെ, സമൂദ് ഗോത്രത്തെ പോലെ വളരെ ആരോഗ്യ ദൃഢഗാത്രന്മാരായിരുന്ന, ഭയങ്കര ആരോഗ്യമുള്ള, പാറകൾ തുരന്ന് വീട് വെച്ചിരുന്ന, കൈകൾ കൊണ്ട് പാറകൾ തുരന്ന് വീട് വെച്ചിരുന്ന, അതുപോലെ ഈ ലോകത്ത് അത്ഭുതങ്ങൾ കാട്ടിയിരുന്ന ഒരുപാട് മനുഷ്യർ, ഒരുപാട് സമൂഹങ്ങൾ ഈ ലോകത്ത് കടന്നു പോയിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്താണ്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ആയുസ് വളരെ ചുരുങ്ങിയ കാലഘട്ടമാണ് നമ്മൾ ഈ ഭൂമി ലോകത്ത് ജീവിക്കുന്നത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറയുന്നുണ്ട്, അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70, എൻ്റെ ഉമ്മത്തിൽപ്പെട്ടവരുടെ ആയുസ് എന്ന് പറയുന്നത് അത് 60 വയസ്സിനും 70 വയസ്സിനും ഇടയിലായിരിക്കും. അതിനെ കവച്ചു വെക്കുന്നവർ, അതിനെ മറികടക്കുന്നവർ, ആ 60നും 70നെയും മറികടന്ന് പോകുന്ന ആളുകൾ അത് വളരെ കുറവായിരിക്കുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായത് 63ാമത്തെ വയസ്സിലാണ്. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹും ഉമർ റളിയല്ലാഹു തആല അൻഹുമൊക്കെ വഫാത്താവുന്നത് ഏകദേശം അതേ പ്രായത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് സഹാബാക്കളിലും ഒരുപാട് വർഷം ജീവിച്ചിരുന്ന ആളുകളുണ്ട്. അപ്പോൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഏകദേശം 60-70 വയസ്സിന്റെ ഇടയിലായിരിക്കും അധികം ആളുകളും, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട അധികം ആളുകളുടെയും ആയുസ്. അപ്പോൾ ഈ 60 വർഷം ജീവിക്കുന്ന മനുഷ്യൻ
അവന്റെ ആയുസ് എങ്ങനെയാണ് കഴിച്ചു കൂട്ടുന്നത്, അവന്റെ ഓരോ ദിവസങ്ങളും ഓരോ സെക്കൻഡുകളും ഓരോ മിനിറ്റുകളും ഓരോ മണിക്കൂറുകളും എങ്ങനെയാണ് കഴിഞ്ഞു പോകുന്നത് ബഹുമാനപ്പെട്ട അലി ബിൻ അബി താലിബ് റളിയല്ലാഹു തആല അൻഹു ഒരു സംഭവത്തിലൂടെ വിവരിച്ചു തരുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, 60 വയസ്സ് ജീവിക്കുന്ന ഒരു മനുഷ്യൻ അവന്റെ ആയുസിന്റെ പകുതിയായ 30 വർഷം ചിലവഴിക്കുന്നത് ഉറക്കത്തിന് വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ള 30 വർഷത്തിന്റെ 15 വർഷം അവന്റെ ബാല്യമാണ്. ആ ബാല്യത്തിനാണ് കളിയും ചിരിയും സന്തോഷങ്ങളും മറ്റുള്ളവരുടെ പരിലാളനങ്ങളും ഒക്കെ ഏറ്റ് കഴിഞ്ഞുകൂടുന്ന ആ സമയം അവന്റെ ബാല്യത്തിന്റെ ആ 15 വർഷമാണ്. പിന്നീട് 15ഉം ഉറക്കത്തിന്റെ 30ഉം കൂടെ ചേർത്ത് ഏകദേശം 45 വർഷം. ആ 45 വർഷം അങ്ങനെ കഴിഞ്ഞു പോയി. ബാക്കിയുള്ള 15 വർഷത്തിലാണ് അവന്റെ പഠനം നടക്കുന്നത്, കാര്യമായിട്ടുള്ള പഠനം നടക്കുന്നത്. അതുപോലെ അവൻ ജോലി കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് അലയുന്നത്. അതുപോലെ അവന്റെ കുടുംബം കല്യാണം കഴിക്കുന്നത്, ആ കല്യാണത്തിലേക്ക് ഒരു ഇണകൂട്ടിന് വരുന്നത്, അവനൊരു കുടുംബം ഉണ്ടാകുന്നത്, അവൻ വീട് വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഓടുന്നത്. അങ്ങനെ പ്രാരാബ്ധങ്ങളുടെ ഒരു കൂട്ടങ്ങളുമായിട്ട് അവൻ നടക്കുന്ന ഒരു പ്രായം. ജീവിതത്തിന്റെ രണ്ടറ്റങ്ങളെ കൂട്ടുമുട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ഓടുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഈ 45-ന് ശേഷമുള്ള ബാക്കി 15 വർഷങ്ങളാണ്. ആ 15 വർഷത്തിലെ നെട്ടോട്ടത്തിനിടയിൽ അവനിലേക്ക് അവൻ അറിയാതെ വന്നു ചേരുന്ന ഒരു കാര്യം അവന്റെ വാർദ്ധക്യമാണ്. ആ വാർദ്ധക്യത്തിലേക്ക് അവൻ എത്തുന്ന സമയത്ത് രോഗങ്ങളുടെ കുറെ പാട്ടക്കെട്ടുകൾ അവനിലേക്ക് വന്നു ചേരും. ആ രോഗങ്ങൾ പിന്നീട് അവസാനം മരണത്തിലേക്ക് അവനെ കൊണ്ടെത്തിക്കും. അങ്ങനെ ഒരു മനുഷ്യന്റെ ജീവിതം മരണത്തോടു കൂടി അവസാനിക്കുന്നുവെന്ന് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ഇപ്പോൾ ഏകദേശം 40 വയസ്സ് ജീവിച്ച ഒരാൾ, അല്ലെങ്കിൽ 25 വർഷം ഈ ഭൂമിയിലേക്ക് ജീവിച്ച ഒരാൾ, അവന്റെ ഇന്നലകൾ എങ്ങനെയായിരുന്നു, ഇനി എനിക്ക് എത്ര സമയമാണോ ബാക്കിയുള്ളത്, ആ സമയം എങ്ങനെയായിരിക്കണം എന്ന് ഒരു വിചിന്തനം നടത്തേണ്ട സമയമാണ്. ആ സമയം നമ്മൾ ഓരോരുത്തരുടെയും കാര്യം എടുത്തു നോക്കിയാൽ അധികരിച്ചിരിക്കുന്നു എന്ന് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാവും. കാരണം എത്ര നാൾ ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കുമെന്ന് എനിക്കൊരിക്കലും പറയാൻ സാധിക്കുകയില്ല, നിങ്ങൾക്ക് ആർക്കും പറയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ആ കാര്യത്തിൽ വിചിന്തനം നടത്തേണ്ട സമയമാണ്. ഏകദേശം 9 മാസവും ചില്ലറ ദിവസങ്ങളും നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മാന്റെ ഗർഭാശയത്തിൽ പിന്നിട്ട് ശേഷം 60 വർഷം ഭൂമിയിൽ ഇങ്ങനെ ജീവിച്ച നമ്മൾ മരണത്തിലേക്ക് എത്തിപ്പെടുന്നതോടുകൂടി ഖബറിന്റെ ബർസഖിന്റെ ജീവിതത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആ ജീവിതം ഒറ്റപ്പെട്ട ഒരൊറ്റയാനെ പോലെ നമ്മൾ എത്ര കാലമാണോ ജീവിക്കേണ്ടതെന്ന് പടച്ചവന് മാത്രം അറിയാവുന്ന കാര്യമാണ്. ആലമുൽ അർവാഹിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്മാക്കളെ ഒരുമിച്ച് കൂട്ടിയ സ്ഥലത്ത് നിന്ന് തുടങ്ങിയ നമ്മുടെ യാത്ര എവിടെ നിന്നോ ഒരു പിതാവിന്റെ നട്ടലിലേക്ക് നമ്മൾ വന്ന് ബീജത്തുള്ളിയായി, അവിടെ നിന്ന് ഉമ്മാന്റെ ഗർഭാശയത്തിലേക്ക്, പിന്നീട് ആ ഉമ്മാന്റെ ഗർഭാശയവും അതിന്റെ മതിൽക്കെട്ടുകളും തകർത്തുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നു. ഇനി ഈ ഭൂമിയിൽ 60 വർഷം താൽക്കാലികമായിട്ടുള്ള നമ്മുടെ ഈ ജീവിതം, ആ ജീവിതത്തിന്റെ അവസാനം കുറിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അസ്രായിൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കുന്ന സമയത്ത് മരണം എന്ന് പറയുന്ന ഒരു പ്രതിഭാസം നമ്മളിലേക്ക് കടന്നു വരും. നമ്മളിലേക്ക് നമ്മൾ അറിയാതെ കടന്നു വരുന്ന അതിഥിയായിട്ട് മരണം നമ്മുടെ പുറകെ തന്നെയുണ്ട്. ആ മരണത്തിലൂടെ നമ്മൾ പിന്നീട് കടക്കുന്ന ജീവിതമാണ് ആലമുൽ ബർസഖ്, ഖബറിന്റെ ജീവിതം. ആ ഖബറിന്റെ ജീവിതമാണ് നമുക്ക് സന്തോഷദായകമാക്കി മാറ്റാനുള്ളത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പല മരണങ്ങളും നമ്മൾ കണ്ടവരാണ്. പലരുടെയും മരണങ്ങൾക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ആ മരണങ്ങളിൽ ചിലരുടെ മരണങ്ങൾ നമ്മളെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്. അവരുടെ മരണങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എത്ര നല്ല മരണമാണ് ആ മനുഷ്യന് കിട്ടിയത്. നമ്മുടെ അടുത്ത് മരണപ്പെട്ടു പോയ ആളുകൾ നമുക്ക് പറയാൻ ഒരുപാടുണ്ട്. ആ മനുഷ്യന്മാരുടെ നന്മകൾ എടുത്തു പറഞ്ഞ് നമ്മൾ സന്തോഷിക്കുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്നതമായ പ്രതിഫലം കൊടുക്കട്ടെ. അതുപോലെ കുറെ ആളുകൾ അവരുടെ മരണത്തെ പറ്റി നമുക്ക് വല്ലാത്ത വിഷമമുണ്ടാവും. കാരണം ഒരുപാട് സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ കൊടുത്തിട്ട് അല്ലാഹുവിനെ മനസ്സിലാക്കാൻ പറ്റാതെ കഴിഞ്ഞു പോയ മനുഷ്യൻ, അങ്ങനെയുള്ള ആളുകളുടെ മരണത്തെ പറ്റിയിട്ട് നമുക്ക് വേദനകൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ,
നല്ല ആളുകൾ മരിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ മലക്കുകൾ വന്ന് ആശീർവദിക്കുന്ന രംഗത്തെ പറ്റി അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് സൂറത്തുൽ ഫജ്റിന്റെ അവസാന ആയത്തുകളിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. ഒരു വിശ്വാസിയുടെ മരണം, നല്ല ആളുകൾ മരിക്കുമ്പോ മലക്കുകൾ വന്നിട്ട് പറയും, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, ഓ ശാന്തി അടഞ്ഞ ആത്മാവേ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിച്ച് പടച്ചവനിലേക്ക് വരാനിരിക്കുന്ന, അള്ളാഹുവിന്റെ ആശീർവാദങ്ങൾ ഏറ്റുകൊണ്ട് അള്ളാഹുവിലേക്ക് കടന്നു വരാനിരിക്കുന്ന നല്ല നല്ല മനുഷ്യ, നീ നിന്റെ രക്ഷിതാവിന്റെ തൃപ്തിയോടുകൂടി അവനിലേക്ക് മടങ്ങുക. അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് നീ കടന്നു പോവുക എന്ന് അള്ളാഹുവിന്റെ മലക്കുകൾ ആശീർവദിക്കുന്നതായിട്ട് പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള നല്ല ആളുകളുടെ മരണത്തിൽ മലക്കുകൾ ആശീർവദിക്കുന്ന, സന്തോഷത്തോടു കൂടി മരിക്കുന്ന നല്ല ആളുകളിൽ അല്ലാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോ ഈ നിലയിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധമായ കലിമ ഉറക്കെ പറഞ്ഞുകൊണ്ട് സ്വർഗത്തിന്റെ ചിത്രം കണ്ട് സന്തോഷിച്ച് മലക്കുകളുടെ ആശീർവാദത്തോടു കൂടി മരിക്കുന്ന ഒരു മനുഷ്യൻ, അവന് ഖബറിൽ ചെന്നാൽ കിട്ടാൻ പോകുന്ന 5 കാര്യങ്ങളെ കുറിച്ച് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമതായിട്ട് നബി തങ്ങൾ പറയുന്നു, അവന്റെ മലക്കുകളുടെ ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എവിടെ നിന്നോ ഒരു വിളിയാളൻ വിളിച്ചു പറയും, അഫ്രിഷൂഹു മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്നുള്ള ഒരു വിരിപ്പിനെ അവന്റെ ഖബറിലേക്ക് നീ വിരിച്ചു കൊടുക്കുക. ഇന്നലെ അവനെ കിടത്തേണ്ടത് ഖബറിന്റെ ആ ചീഞ്ഞളിഞ്ഞ മണ്ണിലല്ല, മറിച്ച് അവന്റെ ഖബറിലേക്ക് സ്വർഗത്തിന്റെ വിരിപ്പുകളെ കൊണ്ടുവന്ന്, നല്ല സുന്ദരമായ വിരിപ്പുകൾ കൊണ്ടുവന്ന് അവന്റെ ഖബറിലേക്ക് വിരിച്ചു കൊടുക്കുക. ഇന്നവൻ ധരിച്ചിരിക്കുന്ന കഫൻ പുടവ, അതിന് ഏകദേശം തുച്ഛമായ വിലയാണ്. ഏകദേശം 1000-ഓ 2000-ഓ 3000-ഓ കൂടിപ്പോയാൽ വില വരും. ആ വസ്ത്രങ്ങൾ മാറ്റിയിട്ട് അവൻ അൽബിസൂഹു മിനൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ വസ്ത്രങ്ങൾ അവനെ ധരിപ്പിക്കുക. വഫ്തഹു ലഹു ബാബൻ മിനൽ ജന്ന, സ്വർഗ്ഗത്തിൽ നിന്നുള്ള വാതിൽ അവന്റെ ഖബറിലേക്ക് തുറന്നു കൊടുക്കുക. വയഫ്സഹു ലഹു ഖബറഹു, അവന്റെ ഖബർ കണ്ണത്താ ദൂരം അവന് വിശാലമാക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഇഷ്ടമുള്ളത് കഴിച്ചുകൊണ്ട് ഖബറിൽ സന്തോഷത്തോടുകൂടി കഴിഞ്ഞുകൂടുക എന്ന് ഒരു വിശ്വാസി മരിച്ചു കഴിയുമ്പോൾ അവന്റെ ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഖബറിൽ വിളിച്ചു പറയപ്പെടുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇതാണ് പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസിക്ക് ഖബറിൽ കിട്ടുന്ന 5 സന്തോഷങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു, ഇതൊക്കെ കിട്ടിയതിന് ശേഷം ആ മനുഷ്യൻ അല്ലാഹുവിനോട് പറയും, റബ്ബി അഖ്മിസ്സാഅ, അല്ലാഹുവേ ഖിയാമത്ത് നാൾ എപ്പോഴാണ്? എനിക്ക് ആ ഖിയാമത്ത് നാൾ ആകണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ഇപ്പോ ഈ സ്വർഗത്തിന്റെ ഏകദേശം വരുന്ന സാമ്പിളുകളാണ് എനിക്ക് കിട്ടിയത്. സ്വർഗത്തിന്റെ അനുഭൂതികൾ ഇങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോ എനിക്ക് ആ സ്വർഗത്തിന്റെ ചിത്രം കണ്ടപ്പോ, സ്വർഗത്തിന്റെ വസ്ത്രങ്ങൾ എന്നെ ധരിപ്പിച്ചപ്പോ, സ്വർഗീയ ആഹാരങ്ങൾ എനിക്ക് ഭക്ഷിച്ചപ്പോ എനിക്ക് സ്വർഗത്തിലേക്ക് കടക്കണമെന്ന്, യഥാർത്ഥമായ ആ സ്വർഗത്തിലേക്ക് കടക്കണമെന്ന് ആഗ്രഹമുണ്ട് അല്ലാഹുവേ. അതുകൊണ്ട് ഈ സാമ്പിളൊക്കെ കാണുമ്പോ എനിക്കതിന്റെ ഒറിജിനാലിറ്റിയിലേക്ക് കടക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് റബ്ബി അഖ്മിസ്സാഅ, അല്ലാഹുവേ ഖിയാമത്ത് നാൾ എപ്പോഴാണ് വരുന്നത്? ആ ഖിയാമത്ത് നാൾ വന്നു കഴിഞ്ഞാൽ നിന്റെ സ്വർഗത്തിലേക്ക് കടക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അല്ലാഹുവേ എന്ന് ആ മനുഷ്യൻ വിളിച്ചു പറയുമെന്ന്, അല്ലാഹുവിനോട് ചോദിക്കുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നിലയിൽ സന്തോഷമുള്ള ഒരു ഖബർ ജീവിതം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ ആഗ്രഹമാണ്. നമ്മുടെ പ്രാർത്ഥന ആ സ്വർഗത്തിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ കർമ്മങ്ങളൊക്കെ ആ സ്വർഗത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ഈ സ്വർഗം കിട്ടണമെങ്കിൽ അത് വെറുതെ അല്ലാഹു സുബ്ഹാനഹു വ തആല തരികയില്ല. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എന്തൊക്കെ മൂല്യങ്ങൾക്കാണ് നമ്മൾ വില കൽപ്പിക്കേണ്ടത്? എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് അല്ലാഹുവിന്റെ ആ സ്വർഗത്തിലേക്ക് നമ്മൾക്ക് കടക്കാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങൾ കൂടെ നമ്മൾ പരിശോധിക്കണം. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അള്ളാഹുവിന്റെ ഈ വിശാലമായ സ്വർഗത്തിലേക്ക് നമുക്ക് കടക്കാൻ പറ്റുന്നത്? ആ സ്വർഗത്തിന് വേണ്ടിയിട്ടാണ് അള്ളാഹുവിന്റെ റസൂലും സഹാബത്തും
ആഗ്രഹിച്ചിരുന്നതും. ബദറിന്റെ രണാങ്കണത്തിൽ വെച്ചിട്ട് ഒരു സഹാബി അദ്ദേഹം ഒരു കാരക്കക്കീറ് തിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കാരക്കക്കീറ് ദൂരേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഇറങ്ങി ഓടുന്നുണ്ട്. ഈ ബദറിലോ ഉഹദിലാണോ എന്ന് കൃത്യമായിട്ടറിയാം. ഉഹദിന്റെ താഴ്വരയിൽ നിന്നും സ്വർഗീയ പരിമളം എനിക്ക് ആസ്വദിക്കുന്നുണ്ട്, അതുകൊണ്ട് ആ സ്വർഗത്തിലേക്ക് പോവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് ചാടിയിട്ട് ഷഹീദായ അള്ളാഹുവിലേക്ക് പോയ സഹാബാക്കൾ അള്ളാഹുവിന്റെ ദീനിൽ നമുക്ക് മാതൃകയാണ്. അതുപോലെ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ സൂചിപ്പിച്ചല്ലോ, ഒരുപാട് യുവാക്കളായ ചെറുപ്പക്കാർ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ത്യാഗം ചെയ്ത എത്രത്തോളം. അബൂ ദുജാന റളിയല്ലാഹു തആല അൻഹുവിനെ പറ്റിയിട്ട് ഹദീസ് ഉഹദിന്റെ ആ സംഭവം എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാകും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് ശത്രുക്കൾ കൂട്ടമായിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ ശത്രുക്കൾ അമ്പുകളും വില്ലുകളും കൊണ്ട് നബിതങ്ങളെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് അമ്പ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട അബൂ ദുജാന റളിയല്ലാഹു തആല അൻഹു നബിതങ്ങളുടെ മുന്നിലേക്ക് വന്നുകൊണ്ട്, എന്റെ റസൂലിന്റെ ശരീരത്തേക്ക് ഒരു അമ്പ് പോലും തറയ്ക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, എന്റെ റസൂലിന്റെ ശരീരത്തിൽ ഒരു അമ്പ് കൊള്ളാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നബിതങ്ങളുടെ മുമ്പിൽ നിന്ന് ഒരു പരിചയായി വർദ്ധിച്ച അവസാനം ഒരുപാട് വെട്ടുകളും അമ്പുകളുമേറ്റ് പരിശുദ്ധമായ ഉഹുദിന്റെ രണാങ്കണത്തിൽ ഷഹീദായിട്ട് അബൂ ദുജാന റളിയല്ലാഹു തആല അൻഹു വീഴുകയുണ്ടായി. ഇതൊക്കെ അള്ളാഹുവിന്റെ വിശാലമായ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ടാണ്. ഫിർഔനിന്റെ കൊട്ടാരത്തിൽ എല്ലാവിധ സുഖാസ്വാദനങ്ങളോട് കൂടി ജീവിച്ച ബഹുമാനപ്പെട്ട ആസിയ ബീവി റളിയല്ലാഹു തആല ആസിയ അലൈഹിസ്സലാം അവര് ആ ഫിർഔന് പരിശുദ്ധമായ ദീനിൽ നിന്നും പിന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ക്രൂരങ്ങളും പീഡനങ്ങൾ ഏൽക്കുമ്പോഴും അവര് പറഞ്ഞ വാക്ക് റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, അല്ലാഹുവേ ഈ പീഡനങ്ങൾക്കും ഈ ക്രൂരതകൾക്കും ഒക്കെ പരിഹാരമായിട്ട് നിന്റെ അടുക്കൽ സ്വർഗ്ഗത്തിൽ ഒരു ഭവനം നീ എനിക്ക് പണിയിപ്പിച്ചു തരണേ എന്ന് ബഹുമാനപ്പെട്ട ആസിയ ബീവി പറഞ്ഞതായിട്ട് പരിശുദ്ധമായ ഖുർആൻ ശരീഫ് എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ട് ആ സ്വർഗത്തിന് വേണ്ടിയിട്ടാണ് അള്ളാഹുവിന്റെ റസൂലും സഹാബാക്കളും ആഗ്രഹിച്ചതും കഷ്ടപ്പെട്ടതും അവരുടെ ജീവിതം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി സമർപ്പിച്ചതും. നമ്മുടെ മുൻഗാമികളായ നല്ല ആളുകളൊക്കെ ജീവിച്ചത് അതിനു വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ആ സ്വർഗം കരസ്ഥമാക്കണമെങ്കിൽ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇഖ്ലാസിനെ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. നിഷ്കളങ്കത മുറുകെ പിടിച്ചുകൊണ്ട് ഓരോ അമൽ ചെയ്യുമ്പോഴും നിഷ്കളങ്കമായ നിയ്യത്തോടു കൂടി എന്റെ പടച്ചവന് വേണ്ടിയിട്ടാണ്, ഈ കാര്യത്തിൽ എന്റെ അള്ളാഹുവിന്റെ തൃപ്തി ഉണ്ടോ എന്നുള്ള കാര്യം പരിശോധിച്ചുകൊണ്ട് നമ്മൾ ഓരോ കാര്യവും ചെയ്യണം. മുഹദ്ദിസീങ്ങളായ പണ്ഡിതന്മാർ അവരുടെ കിതാബുകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അവരുടെ കിതാബുകളിൽ അധികവും ആദ്യമായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഹദീസ് ഇഖ്ലാസിനെ പറ്റിയിട്ടുള്ള ഹദീസാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, മുഴുവൻ പ്രവർത്തികളുടെയും അടിസ്ഥാനം, മുഴുവൻ കർമ്മങ്ങൾക്കും പ്രതിഫലം കിട്ടുന്നത് അത് നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഹദീസ്. അതിനകത്ത് ആ ഹദീസിൽ പറയുന്നുണ്ട്, പരിശുദ്ധമായ ഇസ്ലാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള സഹാബത്തിന്റെ പലായനം. സ്വന്തം വീടും നാടും ഒക്കെ ത്യജിച്ച്, സ്വന്തം കുടുംബക്കാരെയും വീട്ടുകാരെയും ത്യജിച്ചിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോവുക എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് വല്ലാത്ത പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് ആ ഹിജ്റയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറായി. അവിടെ ഹിജ്റയെ പറ്റിയിട്ടാണ് പറയുന്നത്, ഫമൻ കാനത്ത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി. ആരെങ്കിലും അള്ളാഹുവിനും അവന്റെ ദീനിനും വേണ്ടിയിട്ട് നിഷ്കളങ്കമായ നിയ്യത്തോടു കൂടി അള്ളാഹുവിന്റെ ദീനിനെ സംരക്ഷിക്കണമെന്നുള്ള ആ ഒരു ഉറച്ച തീരുമാനത്തോട് കൂടിയിട്ടാണ് ഹിജ്റ ചെയ്യുന്നതെങ്കിൽ, പലായനം ചെയ്യുന്നതെങ്കിൽ ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി, അവന്റെ ഹിജ്റ അത് സന്തോഷദായകമായിരിക്കുന്നു, അവന് നാളെ പരലോകത്തേക്കുള്ള ഒരു മുതൽക്കൂട്ടായിരിക്കുന്നു. അവന്റെ ഹിജ്റ അള്ളാഹുവിലേക്കും അവന്റെ റസൂലിലേക്കുമായിരിക്കുന്നു. ആരെങ്കിലും ദുനിയാവിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ കരസ്ഥമാക്കുന്നതിന് വേണ്ടിയിട്ട്, ദുനിയാവിന്റെ ഒരു എച്ചിൽ കരസ്ഥമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഹിജ്റ ചെയ്യുന്നതെങ്കിൽ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി, അവൻ ഹിജ്റ ചെയ്തത് അത് ഇത്രയും പരിശുദ്ധമായ ഒരു കാര്യമാണ്. അത് അവൻ എന്തിനു വേണ്ടിയിട്ടാണോ ചെയ്തത് അതിനു വേണ്ടിയിട്ടാണെന്ന് ആ ഹദീസിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വലിയ മുഹദ്ദിസീങ്ങൾ അള്ളാഹുവിന് വേണ്ടി മാത്രം, അള്ളാഹുവിന്റെ ദീനിന്റെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി, തഫ്സീറിന് വേണ്ടിയിട്ട്, നബിതങ്ങളുടെ ഹദീസുകൾ ക്രോഡീകരിക്കുന്നതിന് വേണ്ടിയിട്ട്, അത് എഴുതി വയ്ക്കുന്നതിന് വേണ്ടി, അത് പഠിപ്പിക്കുന്നതിന് വേണ്ടി ത്യാഗം ചെയ്ത പണ്ഡിതന്മാർ, അവർ ആദ്യമായിട്ട് ഇത്രയും
പ്രധാനപ്പെട്ട ഒരു ഹദീസ് നിഷ്കളങ്കതയുടെ കാര്യം എടുത്തു പറഞ്ഞുവെങ്കിൽ അവരെത്രത്തോളം ആ കാര്യത്തിൽ പേടിച്ചിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട സഹാബിയുടെ സംഭവം അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഹദ്ദല റളിയല്ലാഹു തആല അൻഹുവിന്റെ സംഭവം അതിന് ഉദാഹരണമാണ്. അദ്ദേഹം നാഫക ഹദ്ദല എന്തോ ഒരു ചെറിയ ഒരു തരിപ്പ്, എന്തോ ഒരു ചെറിയ ഒരു മാറ്റം നബി തങ്ങളുടെ സദസ്സിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് പോകുമ്പോൾ ഒരു മാറ്റം വന്നതിന്റെ പേരിൽ മാത്രം ഞാൻ മുനാഫിക്കായി പോയോ എന്ന് സംശയിച്ചു പോയിരുന്നു അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബാക്കൾ. അതുകൊണ്ട് ആ ഇഖ്ലാസ് എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ആ ഇഖ്ലാസിനെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ ഓരോ കാര്യത്തിലും ജാഗരൂകരായിട്ടുണ്ട്. അല്ലാഹുവിന്റെ തൃപ്തി നമുക്ക് ഈ കാര്യത്തിലുണ്ടോ? ഈ ഒരു കാര്യം, അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നത്, ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന്റെ തുടക്കത്തിലും അതിന്റെ മധ്യത്തിലും അതിന്റെ അവസാനത്തിലും നിങ്ങൾ നിയ്യത്തുകളെ പരിശോധിക്കണം. ഞാൻ ഈ കാര്യം ചെയ്യുന്നത് എന്റെ അല്ലാഹുവിന് വേണ്ടിയിട്ടാണോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ശരീഫ് പറയുന്നുണ്ട്, വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. നിഷ്കളങ്കമായിട്ട് അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മനുഷ്യരെ നാം സൃഷ്ടിച്ചതെന്ന്. അതുകൊണ്ട് ദിവസവും നമസ്കാരത്തിൽ നമ്മൾ ചെയ്യുന്ന വജ്ജഹത്തിന്റെ പരിശുദ്ധമായ നമസ്കാരത്തിൽ കൈകെട്ടിയതിനു ശേഷം നമ്മൾ ചെയ്യുന്ന വജ്ജഹത്തിൽ നമ്മൾ അതാണ് പറയുന്നത്. അല്ലാഹുവിനോട് ഒരു പ്രതിജ്ഞ ചെയ്യുകയാണ്, ഇന്ന സ്വലാത്തി വനുസ്സഖി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുവേ, എൻ്റെ ഈ നമസ്കാരവും ഞാൻ ചെയ്യുന്ന മുഴുവൻ കർമ്മങ്ങളും എൻ്റെ ജീവിതവും എൻ്റെ മരണവുമെല്ലാം നിനക്ക് വേണ്ടിയിട്ടാക്കണേ അല്ലാഹ്, നിനക്ക് വേണ്ടിയിട്ടാണ് അല്ലാഹുവേ എന്നുള്ള ഒരു പ്രതിജ്ഞയാണ് നമ്മൾ ആ നമസ്കാരത്തിലൂടെ എടുക്കുന്നത്. അതുകൊണ്ടാണ് സ്വർഗത്തിൽ വെച്ചിട്ട് സ്വർഗവാസികൾ സംസാരിക്കുന്നതിനെ പറ്റി അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ശരീഫ് പറയുന്നുണ്ട്, ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹി ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ. അല്ലാഹുവേ, നമ്മൾ ഭൂമിയിലെ പാവങ്ങൾക്ക്, ആശ്രയമില്ലാത്ത ആളുകൾക്ക് ഭക്ഷിപ്പിച്ചതും അവർക്ക് കൊടുത്തതും അവർക്ക് വേണ്ടിയിട്ട് എല്ലാ സൗകര്യങ്ങളും, പാർപ്പിടത്തിന്റെ മറ്റുള്ള സൗകര്യങ്ങൾ ഒരുക്കിയതെല്ലാം നിന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചിട്ടാണ്. നിന്റെ തിരുമുഖം ദർശിക്കുന്നതിന് വേണ്ടിയിട്ട് നിന്റെ തൃപ്തിയെ മാത്രം കാംക്ഷിച്ചുകൊണ്ടാണ് അല്ലാഹുവേ ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ. ഒരു മനുഷ്യരിൽ നിന്ന് നമ്മൾ ഒന്നും ആഗ്രഹിക്കാതെയാണ് നമ്മൾ ഇതൊക്കെ ചെയ്തെന്ന് സ്വർഗവാസികൾ പറയുന്നതായിട്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ശരീഫ് പറയുന്നുണ്ട്. ഇപ്പോ സന്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പുകൾ, അതിനു വേണ്ടിയിട്ടുള്ള തിരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കുകയാണ്. പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് ഏറ്റവും നല്ല കാര്യമാണ്, ഒരു വലിയ സേവനമാണ്, മനുഷ്യർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമാണ്. അപ്പൊ ആ കാര്യത്തിലൊക്കെ ഇഖ്ലാസിനെ നമ്മൾ മുറുകെ പിടിക്കണം. എന്തെങ്കിലും ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടിയിട്ട്, മറ്റുള്ളവർ ഞാൻ നല്ല ആളാണെന്ന് പറയുന്നതിന് വേണ്ടി, ഞാനൊരു നല്ല മെമ്പറാണെന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാവരുത്. ഒരുപാട് സഹോദരങ്ങൾ, ഒരുപാട് മുസ്ലിമീങ്ങളായ സഹോദരങ്ങൾ മത്സരിക്കുന്നുണ്ട്. നല്ലവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലേക്ക് തിരഞ്ഞെടുക്കട്ടെ. അല്ലാഹുവിന്റെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിൽ പറയുന്നുണ്ട്, വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാന അൽ അബ്ദു ഫീ ഔനി അഖീഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ സഹായിച്ചു കൊണ്ടിരിക്കും. ആ മനുഷ്യൻ തന്റെ സഹോദരന് വേണ്ടിയിട്ടുള്ള സഹായത്തിൽ, അവന് വേണ്ടി എന്താണ് അവന്റെ ആവശ്യം, ആ ആവശ്യ നിർവഹണത്തിന് വേണ്ടി അവന്റെ സമയം ചെലവഴിക്കുമ്പോഴൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആവശ്യ നിർവഹണത്തിന് വേണ്ടിയിട്ട് അല്ലാഹു അവന്റെ കൂടെ ഉണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ മറ്റൊരു ഹദീസിൽ കാണാം, മൻ നഫസ അൻ മുഅ്മിനൻ ഖുർബതൻ മിൻ ഖുറബി ദുനിയ. ആരെങ്കിലും ദുനിയാവിലുള്ള ഒരു മനുഷ്യന്റെ പ്രയാസം മാറ്റി കൊടുക്കുകയാണെങ്കിൽ നഫസല്ലാഹു അൻഹു ഖുർബതൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ. ആരും സഹായിക്കാനില്ലാത്ത ഖിയാമത്ത് നാളിന്റെ ഏറ്റവും വലിയ പ്രയാസത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കുന്നതാണെന്ന്. അതുപോലെ വമൻ യസ്സറ അലാ മുഅ്സിരിൻ യസ്സറല്ലാഹു അലൈഹി ഫിദ് ദുനിയ വൽ ആഖിറ. ആരെങ്കിലും ഒരു പാവപ്പെട്ടവന് അവൻ എന്തെങ്കിലും ഒരു കാര്യത്തിൽ എളുപ്പം ചെയ്തു കൊടുത്താൽ, ഒരു നന്മ ചെയ്തു കൊടുത്താൽ, യസ്സറല്ലാഹു അലൈഹി ഫിദ്ദുനിയ വൽ ആഖിറ. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു അവൻ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കുന്നതാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പൊതുപ്രവർത്തനം, മറ്റുള്ളവരെ സേവിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറയുന്നത് പരിശുദ്ധമായ ഇസ്ലാമിലെ ഏറ്റവും വലിയ നന്മയായ കാര്യമാണ്. കൂടുതൽ പ്രതിഫലം കിട്ടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സാധ്യമാക്കുന്ന കാര്യങ്ങളാണ്. അല്ലാഹുവിന്റെ റസൂലും സഹാബത്തും അവരുടെ ജീവിതത്തിൽ അത് തന്നെയാണ് ചെയ്തതും. നമുക്കറിയാമല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നബുവത്തിന് മുമ്പ് നടന്ന സംഭവമാണ് ഹിൽഫുൽ ഫുദൂലി. ഒരു പാവപ്പെട്ട മനുഷ്യൻ മക്കയിലേക്ക് അദ്ദേഹത്തിന്റെ ചരക്കുകൾ വിൽക്കുന്നതിന് വേണ്ടി വരികയും
അദ്ദേഹത്തിന്റെ ചരക്കുകൾ വാങ്ങിച്ച മക്കയിലുള്ള ഒരു പ്രമാണി പൈസ കൊടുക്കാതിരുന്നപ്പോ, ആ ചരക്കിനുള്ള വില കൊടുക്കാതിരുന്നപ്പോ സുവൈദി ഗോത്രത്തിൽപ്പെട്ട ആ മനുഷ്യൻ ചെന്ന് അവിടെയുള്ള ചെറുപ്പക്കാരോട് സഹായം തേടുകയും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉൾപ്പെടെ നീതിബോധമുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാർ ഒരുമിച്ച് കൂടിയിട്ട് ആ മക്കയിലെ പ്രമാണിയുടെ വീട്ടിൽ ചെന്നിട്ട് ഈ പാവപ്പെട്ടവന്റെ അവകാശം വാങ്ങിച്ചു കൊടുക്കുന്നത് വരെ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് അദ്ദേഹത്തിൽ നിന്നും ആ ചരക്കിന് എത്രയാണോ ആവശ്യമായ തുക അത് വാങ്ങിച്ചു കൊടുത്തിട്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബുവത്തിന് ശേഷം പിന്നീട് പറയുമായിരുന്നു, അതുപോലുള്ള ഒരു സന്ധിയിലേക്ക് എന്നെ ക്ഷണിക്കപ്പെട്ടാൽ ഇന്ന് ഞാൻ അതിനു വേണ്ടി തയ്യാറാകും. പാവപ്പെട്ടവന്റെ മറതി തന്റെ അവകാശം വാങ്ങിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നിലകൊള്ളുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, പൊതുപ്രവർത്തനവും അതുമായി ബന്ധപ്പെട്ട മേഖലയിൽ നിൽക്കുക എന്നുള്ളത് ഏറ്റവും വലിയ നന്മയായ കാര്യമാണ്. പക്ഷേ ആ കാര്യത്തിൽ മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ചിന്ത നമ്മളെ പിടികൂടാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ ഒരു കാര്യം കൂടെയാണ്. അതുകൊണ്ട് ആ കാര്യത്തിലൊക്കെ ഇഖ്ലാസ് മുറുകെ പിടിച്ചുകൊണ്ട് നിഷ്കളങ്കമായിട്ട് അള്ളാഹുവിന്റെ ഇബാദത്തുകൾക്ക് വേണ്ടി, അള്ളാഹുവിന്റെ അടിമകൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന സേവനമാണ് എന്നുള്ള നിയത്തോടു കൂടി നമ്മൾ അതുമായി ബന്ധപ്പെടുന്ന ആളുകൾ സേവനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാകണം. അതുപോലെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ശരീഫ് പറയുന്നുണ്ട്, വമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഅയഹ വഹുവ മുഅ്മിനുൻ ഫഉലൈക കാന സഅയുഹും മഷ്കൂറ. ആരെങ്കിലും പാരത്രിക ലോകത്തെ സുഖജീവിതം അതിനെ സ്വപ്നം കൊണ്ടുകൊണ്ട് ആരെങ്കിലും ദുനിയാവിൽ പരിശ്രമിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശ്രമം ഏറ്റവും ഉന്നതമായ രീതിയിൽ കബൂലാക്കുകയും അവന്റെ പരിശ്രമം ഏറ്റവും ഉന്നതമായിരിക്കുന്നുവെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ശരീഫ് പറയുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ ഇഖ്ലാസോടുകൂടി അതിൽ പ്രവർത്തിക്കണം. അതുപോലെ ചെയ്യുന്ന കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് നമ്മൾ ആ നന്മകളെ, അതിന്റെ പ്രതിഫലത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാകരുത്. ലാ തബ്തുലു സദഖാതികും ബിൽ മന്നി വൽ അദാ. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ശരീഫ് പറഞ്ഞത്, ലാ തബ്തുലു സദഖാതികും, നിങ്ങൾ ചെയ്യുന്ന നന്മകളായിട്ട് പാവങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന നന്മകൾ അതിനെ എടുത്തു പറഞ്ഞുകൊണ്ട് അവരെ ഉപദ്രവിക്കുന്നതിന് വേണ്ടി, അതുപോലെ എടുത്തു പറഞ്ഞ് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിന് വേണ്ടി നിങ്ങൾ അത് ചെയ്യരുത്. അങ്ങനെ നിങ്ങൾ ചെയ്യരുതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് തരികയാണ്. അതുകൊണ്ട് സ്വർഗത്തിൽ കടക്കാനുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം, നമ്മളുടെ പ്രവർത്തികളിൽ ഏത് കാര്യം ചെയ്താലും, നമസ്കരിച്ചാലും നോമ്പ് പിടിച്ചാലും സക്കാത്ത് കൊടുത്താലും എന്ത് ചെയ്താലും ഇഖ്ലാസിനെ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. ഏത് ചെറിയ കാര്യവും അല്ലാഹുവിന് വേണ്ടിയിട്ട് ചെയ്യുക. ആ ചെറിയ ഒരു വഴിയിൽ കിടക്കുന്ന ഒരു കല്ലെടുത്ത് മാറ്റുകയാണ്, അത് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ള നിയത്തിൽ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, പരിശുദ്ധമായ ഈമാന് 70-ലധികം ശാഖകളുണ്ട്. അതിൽ ഏറ്റവും ഒന്നാമത്തത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണ്. വഅദിനഹാ ഇമാതത്തുൽ അദാ അനി ത്വരീഖ്. ഏറ്റവും അവസാനത്തേത് വഴിയിൽ നിന്നും ഉപദ്രവകരമായിട്ടുള്ള കാര്യങ്ങൾ, കല്ലാകട്ടെ മുള്ളാകട്ടെ, എന്ത് തടസ്സങ്ങളെ അത് മാറ്റലാണ് ഈമാനിന്റെ ഏറ്റവും ചെറിയ ശാഖ എന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചെറിയ കാര്യങ്ങളെയും, ആ ചെറിയ കാര്യങ്ങൾ അല്ലാഹുവിന്റെ അടുത്ത് ഉന്നതമായ പ്രതിഫലമുള്ള കാര്യമായിരിക്കാം. ഒരു മനുഷ്യൻ പട്ടിക്ക് വെള്ളം കൊടുത്ത് അതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ആ നന്മയെ ഇഷ്ടപ്പെട്ട് അവരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചത് എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇഖ്ലാസ് നന്നാക്കുക, നമ്മുടെ പ്രവൃത്തികളിൽ ഇഖ്ലാസ് ഉണ്ടാവുക എന്നുള്ളതാണ്. രണ്ടാമത്തേത്, നമ്മൾ മാത്രം സ്വർഗത്തിൽ പ്രവേശിച്ചാൽ പോരാ, നമ്മുടെ കുടുംബവും നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളും സ്വർഗത്തിൽ പ്രവേശിക്കണം. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ശരീഫ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഖു അൻഫുസകും വഅഹ്ലീകും നാറ. നിങ്ങളുടെ ശരീരങ്ങളെയും നിങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളുടെ, നിങ്ങളുടെ കുടുംബക്കാരുടെ ശരീരങ്ങളെയും നിങ്ങൾ നരകത്തിൽ നിന്നും, കത്തിക്കാളുന്ന നരകത്തിൽ നിങ്ങൾ സംരക്ഷിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധമായ ഖുർആൻ ശരീഫിലൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്രബോധനത്തിന്റെ തുടക്കത്തിൽ അല്ലാഹു പറഞ്ഞതും ഇതാണ്, വഅൻദിർ അശീറതകൽ അഖ്റബീൻ. നബിയെ, താങ്കളുടെ കുടുംബത്തിലെ ഏറ്റവും അടുത്ത ബന്ധുക്കളോട് അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുക എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ശരീഫ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർമ്മപ്പെടുത്തിയതായിട്ട് കാണാം. നബി തങ്ങൾ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹയോട്, ഫാത്തിമ, ഒരു കാരയ്ക്കീറിന്റെ കഷ്ണം കൊണ്ടാണ് നരകത്തിൽ നിന്ന് നിനക്ക് സൂക്ഷിക്കാൻ പറ്റുന്നതെങ്കിൽ അതിൽ നിന്നും നീ സൂക്ഷിക്കണം എന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, നമ്മളും നമ്മുടെ കുടുംബവും നന്നാവുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം,
ഭാര്യയും ഭർത്താവും പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് പരസ്പര പൊരുത്തത്തോടു കൂടി ജീവിക്കുക. അങ്ങനെ ഒരു പൊരുത്തമുണ്ടാകുമ്പോൾ അള്ളാഹുവിന്റെ തൃപ്തി ഉണ്ടാവും. അവർ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അത് കാരണമാകും. 4 കാര്യങ്ങൾ ഒരു സ്ത്രീ ചെയ്യുകയാണെങ്കിൽ അവർ സ്വർഗത്തിൽ സ്വർഗവാസിയാണെന്ന് അതിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായിട്ട് ഹദീസിൽ കാണാം. ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹ, ഒരു സ്ത്രീ 5 വഖ്ത് നമസ്കാരങ്ങൾ കൃത്യമായിട്ട് നമസ്കരിക്കുകയും വസാമത് ഷഹ്റഹ, പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കുകയും വഹഫിദത്ത് ഫർജഹ, അവരുടെ ഗുഹ്യ സ്ഥാനത്തെ അവർ സൂക്ഷിക്കുകയും വഅതാഅത്ത് സൗജഹ, അവരുടെ ഭർത്താവിനെ അവർ അനുസരിക്കുകയും ചെയ്താൽ ഖീല ലഹ, അവരോട് പറയപ്പെടുന്നതാണ് ഉദ്ഖുലിൽ ജന്നത മിൻ അയ്യി അബ്വാബിൽ ജന്നതി ശിഅ്തി, നീ ഉദ്ദേശിച്ച ഏത് സ്വർഗ്ഗത്തിന്റെ കവാടത്തിലൂടെയാണോ നീ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നത് അതിലൂടെ നീ പ്രവേശിച്ചു കൊള്ളുക എന്നുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു എന്ന് ആ സ്ത്രീയോട് വിളിച്ചു പറയപ്പെടുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഭർത്താക്കന്മാർക്കും ഭാര്യമാരോട് കടമകളുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നതായിട്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞതായിട്ട് കാണാം. ഖൈറുക്കും ലി അഹ്ലിഹി വഅന ഖൈറുക്കും ലി അഹ്ലി, നിങ്ങളുടെ കുടുംബത്തോട് നല്ല രീതിയിൽ, നിങ്ങൾ ഏറ്റവും ഉത്തമരായ ആളുകൾ എന്ന് പറയുന്നത് അവന്റെ കുടുംബത്തോട് നല്ല രീതിയിൽ വർത്തിക്കുന്നവരാണ്. ഞാൻ എൻ്റെ കുടുംബത്തോട് നല്ല രീതിയിൽ വർത്തിക്കുന്ന ആളാണെന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. ഇനി 4-മത്തേത്, നമ്മുടെ വീടുകൾ ഇസ്ലാമിക അന്തരീക്ഷത്തിൽ, ഇസ്ലാമിക ചുറ്റുപാടിലുള്ള വീടുകളാക്കി നമ്മൾ വാർത്തെടുക്കണം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലാ തജ്അലു ബുയൂതകും മഖാബിർ, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ശവപ്പറമ്പുകളാക്കി നിങ്ങൾ മാറ്റരുത്. ഇന്ന ശൈത്താന യൻഫിറു മിനൽ ബൈത്തിൽ ലദീ തഖറഉ ഫീഹി സൂറത്തുൽ ബഖറ, പരിശുദ്ധമായ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീടുകളിൽ നിന്നും ശൈത്താൻ വിരണ്ടോടുന്നതാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ വീടുകൾ ഇസ്ലാമിക അന്തരീക്ഷത്തിൽ നമ്മൾ മാത്രം നമസ്കരിക്കുന്നവരായാൽ പോരാ, നമ്മുടെ വീട്ടിലുള്ള ഓരോ വ്യക്തികളും ആ രീതിയിൽ പരിശുദ്ധമായ ഇസ്ലാമിന്റെ അല്ലാഹുവിന്റെ കൽപ്പനകൾ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ അനുധാവനം ചെയ്ത് ജീവിക്കുന്നവരാക്കി മാറണം. 5-മത്തെ കാര്യം, മക്കളുടെ വിഷയത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മക്കൾക്ക് നമ്മളൊരു റോൾ മോഡലായി മാറണം. നമ്മളെ കണ്ടിച്ച് എൻ്റെ ഉപ്പ ഇന്നത് ചെയ്യുന്നത് കണ്ടിട്ടാണ് ഞാൻ ഇന്നത് ചെയ്യാൻ പഠിച്ചതെന്ന് പറയുന്ന മക്കളാക്കി നമ്മുടെ മക്കളെ മാറ്റണം. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിൽ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ ഇദാ മാതൽ അബ്ദു, ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയാൽ ഇൻഖതഅ അൻഹു അമലുഹു, അവന്റെ ജീവിതത്തിൽ നിന്നും അവന്റെ അമലുകൾ മുഴുവൻ നിന്നു പോകുന്നതാണ്. ഇല്ലാ മിൻ സലാസ്, പക്ഷെ 3 കാര്യങ്ങൾ അത് അവന് എന്നെന്നും പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കും. സ്വതക്കത്തുൻ ജാരിയത്തുൻ, ഒന്നാമതായിട്ട് അവൻ ചെയ്യുന്ന ജാരിയായ സ്വതക്ക അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടിയിട്ട്, അതുപോലെ എന്തെങ്കിലും എന്നെന്നും നിലനിൽക്കുന്ന രീതിയിലുള്ള ഒരു സ്വതക്ക ചെയ്തു കഴിഞ്ഞാൽ അത് അവന് ഖബറിൽ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. ഔ ഇൽമുൻ യന്തഫഉ ബിഹി, അല്ലെങ്കിൽ ഒരു പ്രയോജനപ്രദമായിട്ടുള്ള അറിവ്, അവൻ പഠിച്ച ഹദീസുകൾ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ, അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അതിനു വേണ്ടിയിട്ട് സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നു, അതിനുവേണ്ടി മക്കളെ തയ്യാറാക്കുന്നു. അവർ അള്ളാഹുവിന്റെ ദീനിന്റെ പ്രചരണത്തിന് വേണ്ടിയിട്ട് ലോകം മുഴുവൻ ഓടി നടക്കുന്നു. മനുഷ്യർക്കിടയിൽ നന്മകൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി നടക്കുന്നു. അങ്ങനെയുള്ള മക്കൾ, അങ്ങനെയുള്ള ഇൽമ്, അവന് പ്രയോജനപ്രദമായിട്ടുള്ള ഇൽമ്, അത് അവന് പ്രയോജനം ചെയ്യുന്നതാണ്. മരണപ്പെട്ടു പോയാലും അവന്റെ ഖബറിലേക്ക് മുറിഞ്ഞു പോകാതെ പ്രതിഫലം കിട്ടുന്നതിനുള്ള ഒരു കാരണമാണെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുപോലെ നബി തങ്ങൾ പറയുന്നു, ഔ വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, 3-മത്തേത് നബി തങ്ങൾ പറയുന്നു, ഒരു മനുഷ്യൻ മരണപ്പെട്ടു, അവന് വേണ്ടിയിട്ട് ദുആ ചെയ്യുന്ന മക്കൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളൊക്കെ നല്ല ദീനിയായ ചുറ്റുപാടിൽ അള്ളാഹുവിനെ അനുസരിക്കുന്നവരായി, അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്നും ബാങ്ക് വിളി കേട്ട് കഴിഞ്ഞാൽ പള്ളിയിലേക്ക് ഓടി വരുന്ന മക്കളാക്കിയിട്ട് അവരെ മാറ്റിയില്ല എങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് പിന്നെ ഈ മക്കൾ എങ്ങനെ നമ്മൾ മരണപ്പെട്ടു പോയാൽ ദുആ ചെയ്യും? നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഇമാമത്ത് നിന്നിട്ട് ഒന്ന് പൊട്ടിക്കരഞ്ഞ് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന മക്കളാക്കി നമ്മുടെ മക്കളെ മാറ്റിയില്ല എങ്കിൽ പിന്നെ നമ്മൾ എന്തെല്ലാം വിദ്യാഭ്യാസം കൊടുത്തിട്ട് എന്താണ് കാര്യം? ഈ അടുത്ത് ഒരു വ്യക്തിയെ പറ്റിയിട്ട് കേൾക്കുകയുണ്ടായി. അദ്ദേഹം ഒരുപാട് സമ്പത്തുള്ള ആളായിരുന്നു. ഒരു മോനെ പഠിപ്പിച്ച് ഡോക്ടറാക്കി വലിയ നിലയിൽ വളർത്തി. പക്ഷേ അള്ളാഹുവിന്റെ ദീനിനെ പറ്റി ആ മോൻ അറിഞ്ഞുകൂടാ. അവസാനം ഈ ഉപ്പ ഇന്നും
ഒരുപാട് പൈസ വാങ്ങിക്കുന്ന, സ്പെഷ്യലായിട്ട് ഹോസ്പിറ്റലിലിട്ട് അവിടെ ഇരുന്ന് ഒരുപാട് പൈസ സ്പെഷ്യൽ കൺസൾട്ടന്റ് നടത്തുന്ന ഒരു ഡോക്ടറാണ്. 1 രൂപ പോലും ഈ ഉപ്പ അയച്ചു കൊടുക്കത്തില്ല. ഇപ്പോഴും ആ ഉപ്പ ഒരു കടയിട്ട് ആധാർ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കടയിട്ടിട്ടാണ് അദ്ദേഹത്തിന്റെ ചിലവുകൾ നടന്നു പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മൾ ദീനിയായിട്ട് വളർത്തിയില്ല എങ്കിൽ, അള്ളാഹുവിനെ പറ്റി അവർക്ക് പറഞ്ഞു കൊടുത്തില്ല എങ്കിൽ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ അവരെ കേൾപ്പിച്ചില്ല എങ്കിൽ, നാളെ നമുക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുന്ന ഒരു മക്കളായിട്ട് അവർ മാറുകയില്ല. അതുകൊണ്ട് ഇൽമ് പഠിപ്പിക്കുന്നതിന് വേണ്ടി അവരെ ഇൽമ് പഠിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ ദീന് പഠിച്ചുകൊണ്ട് അവർ ഡോക്ടർ ആകട്ടെ, എഞ്ചിനീയർ ആകട്ടെ, അവർ ഉന്നതമായ തലങ്ങളിൽ, ഈ ഭൗതിക ലോകത്തിന്റെ ഏറ്റവും ഉന്നതമായ തലങ്ങളിൽ എത്രത്തോളം എത്തിപ്പിടിക്കാൻ പറ്റുമോ അവിടേക്ക് എത്തിപ്പിടിച്ചോട്ടെ. പക്ഷേ അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ഒരു ഇബാദായി ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായിയായിട്ട് ജീവിക്കുന്ന മക്കളാക്കി നമ്മുടെ മക്കളെ മാറ്റണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. ആരെങ്കിലും ഇൽമു പഠിക്കുന്ന വഴിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള പാത അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ എളുപ്പമാക്കി കൊടുക്കുമെന്ന്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെ നമ്മൾ ചെറിയ രീതിയിലെങ്കിലും അള്ളാഹുവും റസൂലും ആരാണ്, അള്ളാഹുവിന്റെ ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തി അവരെ അതിനു വേണ്ടി പഠിപ്പിക്കണം. ഇല്ലെങ്കിൽ നാളെ നമ്മൾ മരിച്ചു പോകും. നമ്മൾ നല്ല നമസ്കാരക്കാരായിരിക്കും, പക്ഷേ നമുക്ക് വേണ്ടി ഒരു പ്രാവശ്യം പോലും അള്ളാഹുവിന്റെ മുമ്പിൽ കൈ ഉയർത്തിയിട്ട് അള്ളാഹുവേ എൻ്റെ ഉപ്പാക്ക് നീ പുറത്തു കൊടുക്കണേ എന്ന് പറയുന്ന മക്കളായി നമ്മുടെ മക്കൾ മാറുകയില്ല. ഏതെങ്കിലും ഒരു വർഷം തികയുമ്പോൾ ഉസ്താദന്മാരെ വിളിച്ചു കൊണ്ടുവന്ന് അവിടെ ഇരുന്ന് ഖുർആൻ ഓതി ദുആ ചെയ്താൽ അതിനൊരു ആത്മാർത്ഥത ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥതയോടുകൂടി അള്ളാഹുവിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചവന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന മക്കളായിട്ട് നമ്മുടെ മക്കളൊക്കെ മാറണമെങ്കിൽ അള്ളാഹുവും റസൂലും ആരെന്ന് അവരെ പഠിപ്പിക്കുക തന്നെ വേണം. അങ്ങനെയുള്ള മക്കൾക്ക് ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഒരു വ്യക്തികളാണ്. ആ വ്യക്തികൾ നന്നായി കഴിഞ്ഞാൽ കുടുംബങ്ങൾ നന്നാവും. ആ കുടുംബങ്ങൾ നന്നായി കഴിഞ്ഞാൽ ഒരു സമൂഹം നന്നാവും. അങ്ങനെ പരിശുദ്ധമായ ഇസ്ലാമിന് വേണ്ടി ജീവിക്കുന്ന ഒരു സമൂഹം നമ്മുടെ രാജ്യത്തും ലോകത്തും നിലകൊള്ളും. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ സ്വർഗത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന, അള്ളാഹുവിന്റെ സ്വർഗം ആഗ്രഹിച്ച് ജീവിക്കുന്ന നല്ല മുത്തഖീങ്ങളായിട്ടുള്ള ദാസന്മാരിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. 1-2 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ പ്രിയപ്പെട്ട